ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സജൂസ് ടേസ്റ്റ് ലാൻഡ്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന വളരെ നല്ലൊരു റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഇപ്പോൾ നോമ്പിൻ്റെയൊക്കെ സമയമാണ്. അപ്പോൾ നമുക്ക് നോമ്പ് തുറക്കുന്ന ആ ഒരു സമയത്ത് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പി കൂടിയാണ് ഇത്. അതുപോലെ തന്നെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അതല്ലെങ്കിൽ നമുക്ക് സ്നാക്കായിട്ടോ ഒക്കെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു മസാലയിൽ തയ്യാറാക്കിയെടുക്കുന്ന നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം നമ്മൾ അതെങ്ങനെയാണ് നമ്മൾ തയ്യാറാക്കിയെടുക്കുന്നത് എന്നൊന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ മസാല തയ്യാറാക്കിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ബോൺലെസ് ചിക്കനാണ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ചെറിയ പീസുകളായിട്ടാണ് ഞാനിത് അരിഞ്ഞെടുത്തിരിക്കുന്നത്. അതിലേക്ക് ഇതാ ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു കുറച്ച് ഉപ്പ് കൂടി ചേർത്തിട്ട് നമുക്കൊരല്പം മാത്രം വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊരു 1-2 വിസിൽ നമുക്കൊന്ന് അടുപ്പിച്ച് എടുക്കാം. എന്നിട്ടിപ്പോൾ ഞാൻ വേറൊരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു സവോള അതേപോലെ വളരെ ചെറുതായിട്ട് അരിഞ്ഞത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുകയാണ് വേണ്ട കേട്ടോ. അപ്പോൾ അതിൻ്റെ ആ ഒരു കളറൊക്കെ കുറച്ചൊന്ന് ചേഞ്ചായി വരും. സവോള നന്നായിട്ടൊന്ന് സോഫ്റ്റായിട്ട് വരും. അപ്പോൾ നമുക്കതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്കത് അങ്ങോട്ട് ആയി കിട്ടും കേട്ടോ. അപ്പോൾ ഒരു മീഡിയം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നമുക്ക് ഈ ഒരു സവോള നമുക്ക് വഴറ്റിയെടുക്കാവുന്നതാണ്. പെട്ടെന്ന് തന്നെ ആയി കിട്ടുന്നതാണ്. ഇനി ഇതിലേക്കൊരു 1/2 സ്പൂണോളം ഒരു ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആക്കിയതാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നന്നായിട്ട് പേസ്റ്റ് ആക്കിയിട്ട് നമുക്കത് ചേർത്ത് കൊടുക്കാം. ഒരു ക്യാരറ്റ് ഇതേപോലെ ഗ്രേറ്റ് ചെയ്തെടുത്തതാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ തന്നെ നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പോഴാണ് ഒരു പെട്ടെന്ന് തന്നെ നമുക്ക് ആയി കിട്ടുകയുള്ളൂ. ഇനി നമുക്ക് വേണ്ടത് ക്യാബേജാണ്. അപ്പോൾ അതും ഇതേപോലെ തന്നെ ചെറുതായിട്ട് അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ക്യാരറ്റും ക്യാബേജൊക്കെ ഒരേ അളവിൽ തന്നെയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ് വേണ്ട കേട്ടോ. ഇതിനൊന്നും പ്രത്യേകിച്ച് വേവൊന്നുമില്ല, പെട്ടെന്ന് തന്നെ ആയി കിട്ടുന്നതാണ്. ഇനി ഇതാ നമുക്ക് മൂടി വെച്ചിട്ട് കുറച്ച് സമയം ഒന്ന് വേവിച്ച് എടുക്കാം. അപ്പം നമ്മുടെ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് വെന്ത് പാകമായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ രീതിയിലാണ് നമുക്ക് കിട്ടേണ്ടത്. ഇനി ഇത് ഇപ്പം ഞാൻ ചെറുതായിട്ടൊന്ന് പിച്ചി എടുക്കുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് ചൂടാറിയതിന് ശേഷം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് മിക്സിയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി ഒന്ന് ചെറുതായിട്ടൊന്ന് നൈസായിട്ട് നമുക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കുന്നതായതുകൊണ്ട് തന്നെ ഞാൻ കൈകൊണ്ടൊന്ന് പിച്ചി എടുക്കുകയാണ് ചെയ്യണം കേട്ടോ. അപ്പോൾ എല്ലാം ഇതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു വെജിറ്റബിൾസ് എല്ലാം തന്നെ നന്നായിട്ട് പാകമായിട്ട് വന്നിട്ടുണ്ട്. ഒന്ന് വാടി നന്നായിട്ടൊന്ന് ചുരുങ്ങിയൊക്കെ വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/2 സ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂണോളം ഗരം മസാല കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു 1/4 ടീസ്പൂണോളം കുരുമുളക് പൊടി, അതുപോലെ തന്നെ കുറച്ച് ഒരു 1/2 ടീസ്പൂണോളം ചിക്കൻ മസാല, ഇതെല്ലാം കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ് വേണ്ടത് കേട്ടോ. അപ്പോൾ പൊടികൾ ആഡ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഫ്ലെയിം നന്നായിട്ട് താഴ്ത്തി വെക്കാനായിട്ട് ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ പൊടികൾ പെട്ടെന്ന് തന്നെ അങ്ങോട്ട് മൂത്തിട്ട് കരിഞ്ഞു പോയ പോലെയൊക്കെ ആവും. അപ്പോൾ നമ്മുടെ മസാലയുടെ ആ ഒരു ടേസ്റ്റ് തന്നെ മാറും കേട്ടോ. അപ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിച്ചിട്ട് വേണം പൊടികൾ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അതിലുള്ള ആ ഒരു പച്ചക്കുത്തലൊക്കെ ഒന്ന് മാറുന്നത് വരെ, നമ്മുടെ പൊടികളുടെയൊക്കെ ആ ഒരു പച്ചക്കുത്തലൊക്കെ ഒന്ന് മാറുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുകയാണ്. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഇളക്കിയെടുക്കുകയാണ് വേണ്ടത്. അതിനുശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഒരു ചിക്കൻ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് എടുക്കണം കേട്ടോ. നമ്മുടെ ആ ഒരു മസാലയൊക്കെ നന്നായിട്ട് ആ ഒരു ചിക്കനിലേക്ക് ആവുന്നത് പോലെ തന്നെ നമ്മളതൊന്ന് മിക്സ് ചെയ്ത് എടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോഴാണ് നല്ലൊരു ടേസ്റ്റൊക്കെ നമുക്ക് നമ്മുടെ ഈ മസാലയ്ക്ക് കിട്ടുള്ളൂ. അപ്പോൾ അത് കുറച്ചൊന്ന് ഇതായി വരാൻ വേണ്ടിയിട്ട് ആ ഒരു മസാലയ്ക്ക് അതിലേക്ക് നന്നായിട്ടൊന്ന് പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ചിക്കൻ വേവിച്ചപ്പോൾ ഉണ്ടായിരുന്ന ആ ഒരു കുറച്ച് വെള്ളം കൂടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് ഉപ്പ് കൂടി ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ചിക്കൻ വേവിക്കാൻ വെച്ചപ്പോഴും അതുപോലെ തന്നെ നമ്മൾ സവാള വഴറ്റിയപ്പോഴൊക്കെ ഉപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് വേണം, ആവശ്യമാണ് എന്നുണ്ടെങ്കിൽ മാത്രം നമുക്ക് ഈ ഒരു സമയത്ത് ഉപ്പ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു മസാല എന്ന് പറയുന്നത് ഒരുപാട് അങ്ങോട്ട് ഡ്രൈ ആയിരിക്കുന്ന രീതിയിലല്ല ഞാൻ തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് കുറച്ച് മല്ലിയിലയാണ്. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് ആഫ്രിക്കൻ മല്ലിയാണ്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് മറ്റേ മല്ലിയിലയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് എടുക്കാവുന്നതാണ്. നല്ലൊരു ഫ്ലേവറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് എടുക്കുന്നത് കേട്ടോ. സൂപ്പർ ടേസ്റ്റാണ് ഈ ഒരു മസാലയ്ക്ക് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ചിക്കൻ്റെ വെള്ളമൊക്കെ വെച്ചിട്ട് തന്നെ നമ്മളിതിലേക്ക് തയ്യാറാക്കി എടുക്കുമ്പോൾ കുറച്ചൊരു ഈ ഒരു രീതിയിൽ ഒരു നനഞ്ഞിരിക്കുന്ന രീതിയിലാണ് ആ ഒരു മസാല കിട്ടുന്നത്. അപ്പോഴാണ് ഒരു കൂടുതൽ ടേസ്റ്റി ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ഇനി നമുക്കൊരു ബാറ്റർ നമുക്ക് തയ്യാറാക്കി എടുക്കേണ്ടതായിട്ടുണ്ട്. അതിന് 1 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് 1 ടീസ്പൂണോളം ചെറിയ ജീരകമാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് മല്ലിയില തന്നെയാണ്. ഞാൻ ആഫ്രിക്കൻ മല്ലി തന്നെയാണ് ഇവിടെയും എടുത്തിരിക്കുന്നത്. അതൊരു 2-3 ടേബിൾ സ്പൂണോളം തന്നെ എടുക്കാം. നല്ലൊരു ഫ്ലേവറും ടേസ്റ്റൊക്കെ ആയിരിക്കും ഉണ്ടാവുക. ഒരു പിഞ്ചോളം മാത്രം നമുക്കൊരു മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒരു ചെറിയൊരു കളറിന് വേണ്ടിയിട്ടാണ്. ഇനി നമുക്കൊരു വിസ്ക് വെച്ചിട്ട് ഇതേപോലെ മിക്സ് ചെയ്തെടുക്കുകയാണ് വേണ്ടത് കേട്ടോ. പെട്ടെന്ന് തന്നെ മിക്സായി കിട്ടിക്കോളും. ഇനി കുറച്ച് വെള്ളം കുറച്ചായിട്ട് വെള്ളം ചേർത്തിട്ട് നമുക്ക് നല്ലൊരു ബാറ്റർ നമുക്ക്
റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഒരുപാട് വെള്ളം ഒരുമിച്ച് അങ്ങോട്ട് ചേർക്കേണ്ട കാര്യമില്ല, കുറേശ്ശെ കുറേശ്ശെ ചേർത്തിട്ട് വേണം നമുക്കത് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതുപോലെ ഒരു വിസ്കോ അല്ലെങ്കിൽ ഒരു ഫോർക്കോ ഒക്കെ വെച്ചിട്ട് നമ്മൾ മിക്സ് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് തന്നെ മിക്സായി കിട്ടും കേട്ടോ. കട്ടകളൊന്നും ഇല്ലാതെ തന്നെ നല്ല പെർഫെക്റ്റായ രീതിയിൽ നമുക്കത് കിട്ടുന്നതായിരിക്കും. നമ്മൾ സ്പൂണോ തവിയോ ഒക്കെ വെച്ചിട്ട് മിക്സ് ചെയ്തെടുക്കുന്നതിനേക്കാട്ടിലും നല്ലത് ഇതേപോലെയുള്ള വിസ്കോ ഫോർക്കോ ഒക്കെ വെച്ചിട്ട് മിക്സ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ വെള്ളം ഒരുപാട് അങ്ങോട്ട് കൂടി പോകാൻ പാടില്ല, എന്നാൽ ഒരുപാട് അങ്ങോട്ട് തിക്കായിട്ടുള്ള രീതിയിലും ആവാൻ പാടില്ല. അപ്പോൾ ആ ഒരു രീതിയിലാണ് നമ്മളിത് ബാറ്റർ റെഡിയാക്കി എടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ വളരെ ഹെൽത്തി ആയിട്ടുള്ളതാണ്, നമ്മൾ ഗോതമ്പ് പൊടിയിലൊക്കെയാണ് തയ്യാറാക്കി എടുക്കുന്നത്. അതുപോലെ തന്നെ ജീരകമൊക്കെ ചേർക്കുന്നത് കാരണം തന്നെ വളരെ ഹെൽത്തിയാണ്. അത് നന്നായിട്ട് തന്നെ ഇതേപോലെ അങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ് വേണ്ടത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മൈദ മാവിൽ വെച്ചിട്ടും നമുക്ക് ഈ ഒരു റെസിപ്പി തയ്യാറാക്കി എടുക്കാവുന്നതാണ്. പക്ഷേ ഒന്നുകൂടി ഒന്ന് ഹെൽത്തി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഗോതമ്പ് പൊടിയിൽ തന്നെ ആ ഒരു ബാറ്റർ റെഡിയാക്കി എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു ലൂസിലാണ് നമ്മുടെ ഈ ഒരു മിക്സ് ബാറ്റർ നമുക്ക് കിട്ടേണ്ടത്. ഒരുപാട് ലൂസും അല്ല, എന്നാൽ ഒരുപാട് അങ്ങോട്ട് തിക്കും അല്ല, നമുക്ക് പരത്തിയെടുക്കാനായിട്ട് കഴിയണം. ആ ഒരു രീതിയിലാണ് നമ്മൾ തയ്യാറാക്കി എടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ എടുക്കുന്ന പൊടിയുടെ അളവിനനുസരിച്ചും അതുപോലെ തന്നെ പൊടിയുടെ ആ ഒരു ഇതിനനുസരിച്ചൊക്കെ നമ്മുടെ വെള്ളത്തിൻ്റെ അളവ് എന്ന് പറയുന്നത് കുറച്ചൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് മാറാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ ഒരു പാന് ഒരു മീഡിയം ഫ്ലെയിമിൽ ചൂടാക്കി വെച്ചിട്ടുണ്ട്. കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം നമുക്ക് ഓരോ തവി മാവ് വീതം ഇതേപോലെ ഒഴിച്ചിട്ട് ഒന്ന് പരത്തിയെടുക്കുകയാണ് വേണ്ടത്. ഒരുപാട് അങ്ങോട്ട് പരത്തിയെടുക്കരുത്, ഇതേപോലെ മാത്രം പരത്തിയെടുക്കുക. എന്നിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ഒരു ചിക്കൻ്റെ മിക്സ് ഉണ്ടല്ലോ, ആ ഒരു മസാല നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നമ്മൾ കുറച്ച് ഓയിൽ അതിൻ്റെ മുകളിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കട്ടോ. വളരെ ടേസ്റ്റി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ ഒരു ഇത് കുറച്ചൊന്ന് ക്രിസ്പി ആയിട്ട് വരാനും അത് ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. എന്നിട്ട് ഇതേപോലെ മടക്കിയെടുക്കുക കേട്ടോ. എന്നിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് വെക്കുക. എന്നിട്ട് തിരിച്ച് മറിച്ചു വിട്ടിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് കുറച്ച് സമയം ഒന്ന് വെച്ചിട്ട് ഒന്നുകൂടി ഒന്ന് ക്രിസ്പി ആക്കിയിട്ട് എടുക്കാവുന്നതാണ്. അപ്പോൾ ആ ഒരു രീതിയിൽ ചെയ്യുമ്പോൾ വളരെ ടേസ്റ്റി ആയിട്ട് നമുക്ക് ആ ഒരു റെസിപ്പി നമുക്ക് തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചൊരു ക്രിസ്പി അല്ലാത്ത രീതിയിൽ ഒന്ന് സോഫ്റ്റ് ആയിട്ടുള്ള രീതിയിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ എല്ലാം നമുക്ക് ആ ഒരു രീതിയിൽ തന്നെ തയ്യാറാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റിനനുസരിച്ചാണ് നമ്മൾ ക്രിസ്പി ആയിട്ടോ സോഫ്റ്റ് ആയിട്ടോ നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. കുറച്ചൊന്ന് ക്രിസ്പി ആയിട്ട് ഇരിക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റി ആയിട്ട് നമുക്ക് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് ബാക്കി എല്ലാം തയ്യാറാക്കി എടുക്കാം. അപ്പോൾ നമുക്ക് നോമ്പ് തുറക്കുന്ന സമയത്തേക്ക് വേണ്ടിയിട്ടും അതല്ലെങ്കിൽ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ സ്നാക്കായിട്ടോ ഒക്കെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ്. വളരെ ഹെൽത്തി ആയിട്ടുള്ളതാണ്, വളരെ സിമ്പിളായിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ഇത് നിങ്ങൾ മറ്റുള്ളവർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കരുത്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ല് കൂടി ഒന്ന് എനേബിൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് അപ്പം തന്നെ നിങ്ങളുടെ ഫോണിലേക്ക് കിട്ടുന്നതായിരിക്കും. ഇനി പുതിയൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു, ബൈ.